ഈശ്വര ഇത് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പ്രസിഡന്റ് അടുത്ത ആളായ സാബുവിന് ദീർഘായുസ് കൊടുക്കണേ. സാബുവിന് വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കാതെ നമ്മുടെ എം എൽ എ പവിത്രനോട് പ്രാർത്ഥിയേ. പക്ഷെ മറന്നുപോയി. ദൈവമേ, അതുപോലെ തന്നെ എം എൽ എ പവിത്രനും അവരെ കുടുംബത്തിനും ഒരു കോട്ടവും വരുത്തല്ലേ നീ. നല്ലൊരു മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇടിയും ഒരു മിന്നലും കൂടെ വന്നിരുന്നെങ്കിൽ. എന്താ പറയുന്നത്? ഓണത് ഫുട്ബോളിൽ വാമപ്പാ വാമപ്പല്ല, ഉറങ്ങി നോട്ടിക്കാൻ ആൾക്കാരുണ്ട്. ആര്? എം എൽ എ പവിത്രന്റെ അനിയനും പിന്നെ പ്രസിഡന്റിന്റെ കൊണ്ടാണ്ട് സാബുവിന്റെ ആൾക്കാർ. അയ്യോമാരെ കാര്യം ഏടാ നിങ്ങൾ ഓട്ടിച്ചതല്ല. എനിക്ക് വേണ്ട ഇവൻ മഹേഷിനെ കൂടെ ഒരു ജോലി ശരിയാക്കി തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി ആയിരിക്കും. അതായിരിക്കും പണ്ടമാര്. ഓ അതായിരിക്കും. ഇനിയിപ്പോ ആ ജോലി കിട്ടൂല അച്ഛാ. എന്താ കാര്യം പറയാം. ഹലോ എന്താ? ഓ അതാ നമ്മൾ പറഞ്ഞു. എന്താ മെസ്സി വിരമിച്ച? എടാ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിലെ ആരെ കുറ്റിയോണ്ട് അടിച്ചെന്ന്. അതാരെങ്കിലും പശുവിനെ കെട്ടാൻ വേണ്ടി അടിച്ചതായിരിക്കും. ഇവിടെ അവിടെ ഏതാ ബിൽഡിംഗ് പറഞ്ഞത്? ഞാൻ ഇന്നലെ യൂട്യൂബ് നോക്കി പഠിച്ച സിസർ കട്ട് ഇവിടെ കാണിക്കുമെന്തോ. ബാർബർ ഷോപ്പിലെ ബാർബറിനെ കാണിക്കുന്ന സിസർ കട്ടിന് കണ്ടാൽ ഗ്രൗണ്ട് പൊത്തും കുത്തി പറിച്ചിട്ടേക്കുന്നു. അവന്റെ ഒരു കുച്ചി ഇരുമിന്റെ കുറ്റിയായിരുന്നു കാല് വേദന എടുക്കണേ. ആരാ നമ്മൾ ഗ്രൗണ്ടിൽ കുറ്റി അടിച്ചിട്ടാ? അത് ചോദിക്കാൻ നീ കാരണം നമ്മളാടാ ആരാ കൊച്ചിയർക്കന്മാരെ കൂടുതൽ കിടന്ന് ഷോ കാണിക്കല്ലേ. പെട്ടെന്നാവട്ടെ. അവന്മാര് കേട്ടില്ലാന്ന് തോന്നണം. പോയില്ലേ? വരുന്ന തലമുറയ്ക്ക് പിച്ച വെച്ച് പഠിക്കാനുള്ള ഗ്രൗണ്ടാണിത്. അവിടേക്കാണ് നീ കുറ്റി അടിച്ച. അപ്പൊ നീക്ക് ഇവിടെ പിച്ച തുടങ്ങിയത്. വെള്ളത്തിലെടുക്കല്ലേ നീ ആര്? ഞാൻ സാബു, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത ആളാണ്. എങ്കിൽ നിനക്ക് ഇരിക്കട്ടെ. ആദ്യം തേറി അവന്റെ ഉച്ചമ്പളൊക്കെ പൊട്ടി. നീ കാത്ര കളിക്കണം അറിയാമോ? പവിത്രന്റെ അനിയാണ് ഞാൻ. പണി കിട്ടുവേ. നീ പവിത്രന്റെ അനിയാണെങ്കിലേ ഞാൻ ഇന്ത്യ ചൂട് അനിയാണ്ടാ. പിന്നെ നീ പറഞ്ഞ പണി അത് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ നമ്മളൊന്ന് ചെയ്തോളാം. അവന്റെ നെഞ്ചാ കൂടി കളി. അച്ഛാ നമ്മൾ പോലീസിൽ കീഴണം കേട്ടാ. കീഴണന്റെ ആവശ്യം വരൂലടാ. അവന്മാരെ അതിനൊക്കെ മുമ്പ് നിന്നകരണത്തിന് ചീനിക്കട നയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ പറഞ്ഞ 22-ാം തീയതി വരെ ഇവിടെ ഒളിപ്പിക്കണം. എന്തിനെ? അർജന്റീന കളിയുണ്ട്. കളി കണ്ടതിന് ശേഷം അവന്മാർ ഇടി കൊണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 23-ാം തീയതി വരെ എന്നെ ഒളിപ്പിക്കണം. എന്തിന്? പോർച്ചുഗലിന്റെ കളിയുണ്ട്. അപ്പോൾ ഞാൻ കളി കാണുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കോളും. നിനക്കൊക്കെ എന്തിന്റെ കേടാ? ജീവിതം ഒന്ന് ആസ്വദിച്ച് വരെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആസ്വദിച്ച് വന്ന കാര്യം ദൈവത്തിന് പിടിച്ചില്ലെന്ന് തോന്നി. എടാ നീ കളിക്കുന്ന ഗ്രൗണ്ടിലുണ്ടല്ല അവിടെ എം എൽ എ പവിത്ര എന്ന കോംപ്ലക്സ് പണിയാൻ അങ്ങനെ കുറ്റിയടിക്കാൻ വന്നാ. എനിക്ക് കോംപ്ലക്സിലെ ജോലി ആയിരിക്കില്ല എനിക്ക് തരാൻ പോണ. ഇനിയിപ്പോ ജോലി ആയിരിക്കൂല, നിന്നെ വെട്ടിക്കയുടെ സ്മാരകം പണിയും. ഈ വേൾഡ് കപ്പ് തീർന്നവരേക്കും ഒന്ന് സബൂറാക്കാൻ പറയേച്ചാ. കബൂർ സീനിൽ ചെന്ന് കയറി കൊടുത്തിട്ട് സബൂറാക്കാനാ. അതെ, എന്തെങ്കിലും ചെയ്യ് എന്നായിരിക്കും.